സൂപ്പർ കറി അല്ലേ? ഓ എന്തോ അബദ്ധം പറ്റിയാണ് നിന്റെ അമ്മയ്ക്ക്. അയ്യോടാ പഞ്ചസാര കിട്ടോ അമ്മ? അതൊക്കെ ഉണ്ട്, അതൊന്നും പറയൂല. ഹോട്ടലിൽ കിട്ടുന്ന പോലെ കുറച്ച് മധുരവും. അതൊന്നുമില്ല. ചായയും ഇതും അടുത്ത് വെച്ചിരുന്നു. ചായയിലോടുള്ള പഞ്ചസാര ഇതിലോട്ട് വീണുപോയി. അതൊരു പുതിയ സംഭവമാണല്ലോ. സമ്മതി. ദൈവത്തിനെ സ്തുതിക്ക് ഇതേപോലെ ഒരു ഭാര്യനെ കിട്ടിയതില്. ആ എന്താ കുറവുള്ളത്? ആ നിങ്ങളൊക്കെ കുറച്ചാളെ പുറത്ത് എവിടെയെങ്കിലും നിനക്ക് കൂടുതലാ എല്ലാം. നമുക്ക് എവിടെയെങ്കിലും പോവായിരുന്നു. സത്യം. വീട്ടിൽ തന്നെ ഇരുന്നിരുന്നിരുന്ന് എത്ര ദിവസമായി. ഡാഡി അത് കുറെ വർഷമായിട്ട് ആലോചിക്കും എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പോകണമെന്ന്. അങ്ങനല്ല, അവള് വന്നിട്ട് എത്ര നാളായി? ആ വല്ല പൊന്മുടിയോ സിനിമയോ ആ തക്കുഴു ഒന്നാലും ഇരുന്ന് പറയണ കേട്ടവൻ. എന്റെ മോളെ, നിന്റെ ഡാഡിയാണ്. ദേ ഇപ്പൊ പറയും വരാനുള്ള പൈസ വരട്ടെ എന്നിട്ട് നമുക്ക് പോകാം. നോക്കണ്ട, അങ്ങനെ തന്നെ പറയുള്ളൂ നിങ്ങൾ. നാളെ ഇവിടെ ഓ പിന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല, എങ്ങും പോയിട്ടുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ താഴത്തെ തമ്പിയാണെന്നല്ലേ നിങ്ങളെ കൊണ്ട് എല്ലായിടത്തും പോകണം. ഇപ്പൊ എത്ര നാളായി? ആ എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. ശരി, പ്ലാൻ ചെയ്തോ. എവിടാ പോകണ്ട എന്ന് വൈകിട്ട് പോകും. ചുമ്മാ ചുമ്മാ പിന്നെ ക്ലീറ്റസ് മത്തായി പറയണതേ ചെയ്യൂ, ചെയ്യണതേ പറയും. കേട്ടല്ലോ? എന്നാ നമുക്ക് പൊന്മുടിക്ക് തന്നെ പോയാലോ? പൊന്മുടി പോവാ, നല്ല തണുപ്പാണെന്ന് പറയുന്നപ്പോ. ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസ് കിട്ടുമോ നോക്കാം, വിളിച്ച് ചോദിക്കാം. നമ്മള് ചെറുക്കുണ്ടോ അവിടെ? സുനില വിളിച്ച് ചോദിച്ചു നോക്കാം. എന്നൊരു കാര്യം ചെയ്യും. എന്താ മാമനെയും മാമിയെയും അവരെ കൊണ്ട് പോവാം. ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രാവശ്യം ഇങ്ങനെ കനകനെ കൊണ്ട് പൈസ ചെലവാക്കിക്കരുത്. ഗസ്റ്റ് ഹൗസ് ഒക്കെ നമുക്കവിടെ ഫ്രീ അല്ലേ? അപ്പോൾ ഒന്ന് അപ്പൂട്ട് സാധനം കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാ ഒക്കെയാണ്. വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. നല്ല രസമായിരിക്കും. പോകാം. ഞാൻ കഴിച്ചിട്ട് പോയി വിളിക്കാം മാമനെയും മമ്മിയും. അൻസാർക്ക ഒരു ടീപ്പം കൂടി തിന്നെ. പറ. എന്തിന്? ഞാൻ വരാം, നിങ്ങളെല്ലാം അവിടെ നിൽക്ക്. അതെ, പാർട്ടി ഓഫീസിൽ നിന്ന് ആരും പോലും ഉള്ള എല്ലാവരും അവിടെ നിൽക്കാൻ പറയണം. ദേ വരുന്നു. ആ ശരി ശരി. എടാ ഞാൻ വന്നിട്ട് നമുക്ക് വേണ്ട ചെയ്യാം. ഓ എവിടെ പോന്നു? പാർട്ടി ഓഫീസിലും കഴിച്ചിട്ട് പോരാ. കഴിക്കാൻ മതി, കഴിച്ചത് കഴിക്കാൻ പറ്റിയ സാഹചര്യമല്ല. എന്താണ് ഇവന്റെയൊക്കെ കുഴപ്പമെന്ന് എനിക്ക് അറിഞ്ഞു. എന്താണ് നിന്റെ ആങ്ങളെ പോലീസുകാരന്മാർക്ക് ചൊറിച്ചില്. ഞങ്ങളെ പാർട്ടിയിലെ ഒരു പാവം പയ്യനെ ഇന്നലെ വീട്ടിൽ കയറി, കോളേജിൽ അവന്റെ വീട്ടിൽ കയറിയിട്ട് എടുത്തോണ്ട് പോയി. അതെന്തെങ്കിലും വെറും പാവം പയ്യേ. ഇവന്റെയൊക്കെ കാര്യം അറിയണമല്ലോ എന്തിനാണെന്ന്. ആ വൈകിട്ട് കുഴപ്പം കാണൂലായിരിക്കും അല്ലേ പോവാൻ? രാജാ, ആ ഞാൻ ഇറങ്ങി. ഓ എല്ലാവരും അവിടെ പാർട്ടി ഓഫീസിൽ അവിടെ വരാൻ പറ കേട്ടാ. നിന്റെ കമ്മീഷണർ ഉണ്ടോ അവിടെ? അതെ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന്. അയ്യോ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ മല മറിച്ചിട്ട് വന്നിടന്ന് ഉറങ്ങിയിരിക്കും. കോളേജിൽ എന്താന്നാ എൻ്റെ ലില്ലിമോളെ, അവനും അവൻ്റെ പോലീസുകാരും കൂടെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു അണിയെ ഇന്നലെ പൊക്കി അകത്തിട്ടൊക്കെയാണ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? അല്ല, വെറുതെ പിടിച്ചാണ്. ഒരു കാര്യമല്ല, അവർ പാവപ്പെട്ട നിഷ്കളങ്കനായ ചെറുക്കനാണ്. DDT പാർട്ടിയും പാർട്ടിയുടെ അണികളും തൊട്ട് കളിക്കുന്ന അവനെ നല്ലതിനല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവത്തില്ലേ ക്ലീറ്റോ ചേട്ടാ? എന്ത് കാര്യം? ഒരു കാര്യമില്ല, അവര് പാവം ചെറുക്കനാണ്. ഓ പോലീസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഒന്നും അറിഞ്ഞൂടല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. DDT പാർട്ടിയോടുള്ള കളി നിന്റെയൊക്കെ നല്ലതിനല്ല കേട്ടാ. ആരെന്ത് ചെയ്തെന്നാ? നല്ല രാത്രി ഞങ്ങളൊരു ചെറുക്കനെ നിങ്ങൾ പൊക്കി അകത്തിട്ടാക്കിയല്ലേ? അത് നിങ്ങളുടെ പാർട്ടിക്കാരന് കരുതിട്ട് പിടിച്ചല്ലത്. പിന്നെ അവനെ കല്യാണം ആലോചനയ്ക്ക് കൊണ്ടുപോയത്. ഇന്നലെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കോളനി റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പൊക്കുന്ന കൂട്ടത്തില് ഇവരുത്തരം ഓടി നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് അടുത്ത് അകത്തോണ്ടിട്ടുണ്ട്. അയ്യോ, ഒരുത്ത ഓടിയ ഉടനെ നിങ്ങൾ പിടിച്ച് അങ്ങ് അകത്തിടേ. പോലീസുകാരൻ പറഞ്ഞ അങ്ങനത്തെ നികൃഷ്ട ജീവികളല്ലേ? പിന്നെ അങ്ങനെ ആരാണ്? എവനെങ്കിലും ഒരു നല്ല പോലീസുകാരുണ്ടോ? എല്ലാം കുഴപ്പക്കാരല്ലേ? ആളുകൾ ഓടില്ല, സാധാരണക്കാർക്ക് പേടിയാണ്. നീ കിടന്ന് വളവള സംസാരിക്കാതിരിക്കേ. അവൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. നീ DDT പാർട്ടിയെ കളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു പോലീസുകാരുടെ കൂടെ കാലിൽ നടക്കുമെന്ന് വിചാരിക്കണ്ട. കോളേജിൽ റെയ്ഡ് ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. കൊറേത്തിന് കൊണ്ടുപോയോ? കവല മൊത്തം സംസാരം നല്ലതായെന്നാ പറയുന്നത്. എന്ത് നല്ലതെന്ന്? അവിടെ കുറെ കുഴപ്പക്കാരന് മറ്റേ കോളനിക്കാർക്ക് നിന്നെയൊക്കെ പിടിച്ച് കടിച്ചാ? എനിക്ക് വണ്ടി പണിഞ്ഞ പൈസ തരാമാര് തരാമോ? അത് നിന്റെ വണ്ടി ആര് പണി? നീ പണിയല്ലേ? ആരും തരൂലടാ പൈസ. അതിന് കോളനിക്കാരനല്ല ഒരു മനുഷ്യനും പൈസ തരൂല. അങ്ങനത്തെ പണിയാ നിന്റെ പണി. എന്റെ പണിക്ക് എന്താ പണിക്ക്? എന്താ കുഴപ്പം? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോടാ. നീ
ഏയ് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് വലിയ പ്രക്ഷോഭത്തിലേക്കാണ് പോണത്. നീ നോക്കിക്കോ, മര്യാദയ്ക്ക് അവനെ ഇറക്കി വിടണതാണ് നിനക്കൊക്കെ നല്ലത്. എന്ത് ചുമ്മാ നിഷ്കളങ്കരായ ആളുകളെ പിടിച്ച് അകത്തിടുക. ഓടിയത് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിടുവല്ലോ. ഭ്രാന്ത് മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കാതെ. പിന്നെ ചായ കുടിച്ചിട്ട് ഉറങ്ങാം. വേണ്ട, പാലുണ്ടാ? ആ പാലും ധൈര്യമുണ്ട്. അന്നേ എനിക്ക് ചായ കുടിച്ചിട്ട് ഞാനാണ് തൂത്തോണ്ടിരിക്കുവായിരുന്നു. കഷ്ടമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പൂലോ തല്ലിപ്പള്ളികളുള്ള ഏരിയ. അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളേ. ഇനിയിപ്പോ അല്ലാതെ മൊത്തമൊന്നും പഠിപ്പിക്കും. അടുത്ത മിഡ് നൈറ്റ്, അത് പാതിരാത്രി. ഇതൊന്നും ആവശ്യമില്ലല്ലോ. മിഡ് നൈറ്റ് ആവശ്യം. എന്നാ ശരി, മിഡ് നൈറ്റ് വേണ്ട. കിച്ചൺ അടുക്കള അത് ആവശ്യമുണ്ടേ. ഞാൻ കിച്ചണിലായിരുന്നു. ഇപ്പൊ വരാം എന്നൊക്കെ. കിറ്റ്. എനിക്കറിയാം. നോക്കട്ടെ ഇനി ഞാൻ ഇതും കൂടി കഴിയട്ടെ. അതെന്താ എഴുതി വെച്ചേക്കണേ? എന്താ അത്? ചേച്ചി ഇതെന്താ ഇവിടെ? ഇതൊന്ന് വായിച്ചേ. ജുഡ് മോർണിംഗ്. ഇത് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അമ്മണ്ടല്ലേ, എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ജുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എഴുതിയത്. മാമ ഒന്ന് എഴുതിക്കേ, കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ നോക്കിക്കോ, നമ്മളിതെല്ലാം പഠിക്കണം. അവക്കറിയായിരിക്കും, ഞാൻ പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. അടുത്തത് നോക്ക്. ഇതാണ് സ്പെല്ലിങ്. ഇത് എഴുതി പഠിക്കണേ. അടുത്ത കിച്ചൺ ആയിരുന്നു ഉദ്ദേശിച്ചത്. അത് കുഴപ്പമില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടാ. അതെന്താ അത്? കിച്ചൺ അത് ഇങ്ങനെ ഇട്ട് ഞാൻ എങ്ങനെ വായിക്കും മുത്തേ? കൂട്ടക്ഷരമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങോട്ട് താഴത്തോട്ട് എഴുത്. അത് വിട്ട് എഴുതിത്താ. അല്ല ഇപ്പൊ എന്ത് ചേച്ചി പരീക്ഷ എഴുതാൻ പോണോ? അല്ല, എനിക്ക് കുറച്ച് ഇതിന്റെ ആവശ്യമുണ്ട്. മമ്മി വാട്സപ്പിലൊക്കെ ഇടുമ്പോഴേ ചെറിയ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ അയക്കണേ. എനിക്ക് മാത്രം ഒന്നും അറിയാൻ പാടില്ല. വാട്സാപ്പിൽ അയക്കുമ്പോഴത്തേക്ക് ഗുഡ് എന്ന് എഴുതുമ്പോ ജി എഴുതുമ്പോ തന്നെ ഗുഡ് എന്ന് വന്നു. അന്ന് എന്റെ ഫോണിൽ അതെങ്കിലും കാണിച്ചതാ. അത് ഗുഡാന്ന് അറിയാൻ പാടില്ല ചേച്ചി. അമ്മ ഇപ്പോഴും മറ്റേ സുപ്രഭാതം. ഞാൻ എന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാലങ്ങൾക്ക് പുറകിലാട്ടാ. ഞാൻ പഠിപ്പിച്ചു എല്ലാത്തിനും ഞാൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞാടി? ചോറ് വെക്കാൻ പോണേ ഉള്ളു. മാമി പിന്നെ ഗുഡ് നൈറ്റും കൂടെ അതും കൂടെ. ഗുഡ് നൈറ്റ് ഒന്നും ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് ഇത് രണ്ടും തൽക്കാലം. ഗുഡ് ഈവനിങ് എല്ലാവരോടും പറയോ? ഇന്നൊരു സംഭവം ഉണ്ട്, പണിയൊക്കെ നേരത്തെ തീർത്തു വെക്കണം. എന്താണ്? നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ? പൊന്മുടി. എല്ലാം ക്ലീറ്റോ ഡാഡിയുടെ ചെലവ്. അവനെന്താ, അവൻ വന്നോ? മാമനും കൂടെ വന്നിട്ട് കിടന്ന് ഉറങ്ങുവോ? വൈകിട്ട് എവിടെ പോണെന്നൊക്കെ പറയണ്ടോ? വൈകിട്ട് പോകാൻ പ്ലാൻ ചെയ്യില്ലെന്ന് പറ. നമുക്ക് പോകണ്ടേ? ചേച്ചി വന്ന് പറ. അവനെ എഴുന്നേക്കട്ടെ, എന്നിട്ട് പറയാം. നീ അപ്പത്തിന് പണിയെല്ലാം കഴിച്ചു വെക്കേ. പണി തീർക്കാം. ഇവിടെ എന്താ പണിയൊക്കെ കഴിഞ്ഞ? ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് എന്റെ മോളും കൂടി എന്നെ സഹായിച്ചു. ചേച്ചി ക്ലീറ്റോ ചേട്ടാ എന്താ ചേച്ചി ദേഷ്യം പിടിച്ച് പോണ്ടായിരുന്നല്ലോ? അതെന്തോ പാർട്ടിയിൽ എന്തോ ആരോ പിടിച്ചോണ്ട് പോയിന്നോ എന്തോ പറഞ്ഞോണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയതാ. എന്തേ അവിടെ വല്ല ഇടിയുണ്ടായോ? ഏട്ടനായിട്ട് ചെറുതായിട്ടൊന്നും മുട്ടി, ഇടിയൊന്നും വെച്ചില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനി എന്തെങ്കിലും വഴക്കാകുമെന്നാ പേടി. തിരിച്ചു വരുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ജഡ്ജീനെ കൊന്നിട്ടാണെങ്കിലും ക്ലീറ്റോ എന്തായാലും പിടിച്ചോണ്ട് പോയ ആളെ ഇറക്കിക്കും. പിന്നെ കുഴപ്പമില്ല. എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോയി. പണി കഴിഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത്. കറി വെച്ചാ? ഇവിടെ എന്ത് കറി വെച്ച്? പപ്പായയും പരിപ്പും കൂടി വെച്ച്. ഇവിടെ എപ്പ നോക്കിയാലും പപ്പായയും പരിപ്പും അല്ലെങ്കിൽ ഉപ്പുമാവ്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ മീൻകറി മീൻ വറക്കൂടിന്ന്. ഇപ്പൊ ഞാൻ വരാം. ഇന്ന് നീ ഇവിടെ നിന്ന് ഇത് തിന്നില്ലെങ്കിലായിരിക്കും ഇത് ഞാൻ പഠിക്കൂല. ശരിയാണ്, പപ്പായ തിന്നട്ടെ. അമ്മയ്ക്ക് ഭയങ്കര കൃമിയ. അങ്ങനെയെങ്കിലും അത് തീരട്ടെ. കാര്യം എടീ, ഞാൻ ഓർക്കണേ, ഇച്ചിരി മുട്ടയും വറുത്ത് ഇച്ചിരി ചമ്മന്തിയും മറിച്ച് എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയും വെച്ച് ഒരു 4 പൊതി എടുക്കാം നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടി. ഒരു ദിവസത്തേക്ക് പോണ ഇനി പൊതിയും കെട്ടി പോവാനാ? പൊതി ചേച്ചി കെട്ടിട്ട് അത് കഴിച്ചു. പിന്നല്ലാതെ ആകപ്പാട് വല്ലപ്പോഴും വെളിയിൽ പോകണം. അതന്നെയല്ലേ ഇവിടെ കഴിക്കുന്നത്. എന്റെ പൊന്നി ചേച്ചി, ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് കഴിക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോ അത് വേണ്ടാന്ന് വെക്കുന്നു. സമ്മതിക്കില്ല. ചേച്ചി കഴിച്ചോ?
എനിക്ക് എന്തായാലും നിനക്ക് അൽഫാം വേണോ? ആ, എനിക്ക്. എനിക്ക് അൽഫാം വേണം. അൽഫാമിൽ എന്തേലും മതി. എടി ഞാനിങ്ങനെ പൊതി കെട്ടിയിട്ടേ പലപ്പോഴും നിനക്ക് അത് ഉപകാരമായിട്ടുണ്ട്. അത് മറന്നോ വരുത്. എന്ത് ഉപകാരം? ആ എവിടെയെങ്കിലും ചെന്നിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോ എന്ത് ചെയ്യും? പൊതി കെട്ടണോണ്ടാണ് ഭക്ഷണം മേടിക്കാത്ത. അത് തന്നെ ഏട്ടനെ ചേച്ചി എപ്പോഴും പൊതി കിട്ടുന്നോണ്ടാണ് അവര് ഹോട്ടലൊന്നും ഇറങ്ങാത്തത്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യും. ഓ എന്റെ പൊന്നെ ഞാൻ കെട്ടണില്ല. കെട്ടണ്ട. ഞാനും എന്റെ ചെറുക്കന് ഒരു പൊതി എന്തായാലും ഞാൻ എടുക്കണ്ട. കൈയിട്ട് മാറാൻ ഹോട്ടലിലേക്ക് കയറി വന്നേക്കരുത്. ഹോട്ടലിൽ കയറണ്ട കേട്ടോ. ചേച്ചി ഒരു വെടി ഇങ്ങ് താന്നും പറഞ്ഞ ഇല്ല, 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 ഇല്ല. നല്ല തണുപ്പായിരിക്കും. സ്വെറ്റർ എടുക്കേണ്ടി വരും. എടി അവനെ സമയത്തിനൊക്കെ എഴുന്നേപ്പിച്ച് വിട്. ഏട്ടനെ എപ്പോഴും എഴുന്നേറ്റ് സ്റ്റേഷനിൽ പോയി. ഇതെന്തിനാ ഇനിയിപ്പോ സ്റ്റേഷനിൽ പോയേ? ഡ്യൂട്ടിക്ക് പോയതല്ലേ, SI സാർ വിളിപ്പിച്ചിട്ട് പോയത്. വൈകിട്ട് പോണവരും പറഞ്ഞല്ലോ. സമ്മതിച്ചു. ആ ഇത് മതി. എപ്പോ വന്നോളൂ. ഇത്ര നാളായല്ലേ. നമ്മള് പറഞ്ഞേ. നമ്മളീ വീട്ടിലിരുന്ന് മുരടിച്ച് ചേച്ചി. നീ മരടിച്ചിട്ടുണ്ടോ? മരടിച്ചില്ല. ഇവിടെ ഇരിക്കുവായിരുന്നോ? ആ വാർത്ത കേട്ടോ? എന്താ? അപ്പൊന്ന് പറഞ്ഞില്ലേ ലോക്കപ്പം പറഞ്ഞു. ആര്? അനാമച്ചമ്പി പോലീസുകാരോട് ചേർന്ന് കോളനി കയറി ഒരുത്തനെ പിടിച്ചില്ലേ? അവൻ ലോക്കപ്പിൽ കിടന്ന് മരിച്ചെന്നു. അയ്യോ എപ്പാ? ഇച്ചിരി മുമ്പേ പോലീസുകാരും മച്ചമ്പയിലാണ് ചേർന്ന് തല്ലിക്കൊന്നാണ് നാട്ടിലൊരു വർത്താനമുണ്ട്. എന്റെ കർത്താവേ, അതാണ് SI സാർ ഏട്ടനെ പെട്ടെന്ന് വിളിപ്പിച്ചത് അങ്ങോട്ട്. ആ അപ്പൊ അത് തന്നെ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുക. അവൻ DDT പ്രവർത്തനായിരുന്നല്ലോ. അതുകൊണ്ട് അവര് ഹർത്താൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. കടകളെല്ലാം അടച്ചു. ഭയങ്കര പ്രശ്നം. ഞാൻ ഏട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ പോയായിരുന്നോ? ഞാനത് അറിഞ്ഞിട്ട് ഓടി വന്നേ. നീ അവനെ വിളിച്ച് നോക്കിയോ? വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ലേ ചേച്ചി? വീട്ടോ ചേട്ടൻ എടുക്കുന്നുണ്ടോ? വീട്ടിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എനിക്ക് ആകെ പേടിയാണ്. എന്തൊക്കെയാണാവോ നടക്കാൻ പോണത്? പിന്നെ നീ ഇതിനെ പേടിക്കണം. അവനൊരു പോലീസല്ല. അവൻ ഒറ്റയ്ക്കാണോ? അങ്ങനെ അവന് ആരും ഒന്നും ചെയ്യൊന്നുമില്ല. എന്തേ പറയണേ? എന്നാലും ജോലിക്കൊക്കെ എന്തെങ്കിലും വന്നാ തീർന്നില്ലേ ചേച്ചി? ഏയ് ജോലിക്കൊന്നും വരുമൊന്നുമില്ല. ഒന്നും കാണാതെ പോലീസുകാർ വല്ലതൊക്കെ എന്തിനെങ്കിലും കോളനിയിൽ എങ്ങാണ്ടുള്ള ആളാണ്. ദൈവമേ, അവരെങ്ങാനും ഇങ്ങോട്ട് വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയ ഏട്ടനൊന്നും വരാതിരുന്നാ മതി. വരുന്നു. വേഗം വന്നേടാ. ഒരു ചായ കുടിക്കാൻ വേണ്ടി കാവല വരെ പോയതാ. DDTയുടെ ഹർത്താൽ ശക്തം ആണോ? കോളനിക്കാർ മൊത്തം ഇളകിയിട്ടുണ്ട്. അവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ കലാമച്ചമ്പിക്ക് എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ഷോ കാണിക്കാൻ വേണ്ടി ആ കോളനി ഒരുത്തനെ പോയി പൊക്കി അവനെ തല്ലിക്കൊന്ന് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറഞ്ഞ ഈ കേസ് അവറ്റല്ലാണ്ട് ഇങ്ങോട്ട് വരും. നായരേട്ടൻ ആ ഒരു സംശയം എടുത്ത് പറഞ്ഞു. അവരോടൊക്കെ ഒന്ന് വീട് മാറിയിക്കാൻ പറ. അമ്മാരെ ഒരു ലക്കിലകാരം ഇല്ലാത്തമാരാ. ഞാൻ പറഞ്ഞില്ലേ, കനകം മാത്രമൊന്നും അല്ലല്ലോ. എന്നാലും മുമ്പിൽ കിട്ടുന്നവനെ എന്നങ്ങനെ അടുത്തുള്ളത് അല്ലേ? ബാക്കിയുള്ളവരൊക്കെ പലയിടത്തും വന്ന് നിൽക്കുന്നവരല്ലേ? ഏട്ടൻ ഒന്ന് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയായിരുന്നു. ഇങ്ങോട്ട് വരാതെ അവൻ എവിടെ പോവാനാ? അല്ല കുറച്ച് ദിവസം എടാ ക്ലീറ്റോനോടൊന്ന് പറയടാ. ക്ലീറ്റോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അച്ഛമ്മ ഞാൻ കണ്ടില്ല. അവരെന്തൊക്കെയോ പാർട്ടിയുടെ വേറെന്തോ ഇതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആലോചനയോ പരിപാടിയായിട്ടൊക്കെ കമ്മിറ്റി ഓഫീസിലൊക്കെ എന്തോ ചെയ്യാനാ? ദൈവമേ, ദേ വരുന്നു. ഓ എന്റെ ദൈവമേ, സമാധാനം. എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ടെൻഷൻ അടിപ്പിച്ച് കലക്കി മച്ചമ്പി. സത്യം പറഞ്ഞ ഇങ്ങനെ തന്നെ വേണം. ആ കോളനി കയറാനും ആ കുഴപ്പക്കാരെ കണ്ടുപിടിച്ച് പൊക്കാനും അമ്മ രണ്ട് അടി കൊടുക്കാനും സൂപ്പർ. ഇങ്ങനെ തന്നെ വേണം. എല്ലാവർക്കും ഭയങ്കര അംഗീകാരം. ആരടി കൊടുത്ത്? മറ്റേ ആരടിച്ച്? നിന്റെ ആരും ഞങ്ങൾ അടിച്ചെന്ന് അങ്ങനെ ആണല്ലോ കേട്ടായിരുന്നോ? നാട്ടുകാരുടെ ഊഹാഭോഗങ്ങൾ പറയല്ലേട്ടാ. സമ്മതിച്ചേട്ടാ. എല്ലാ വിധങ്ങളും പറഞ്ഞോണ്ടാ നീ വേണ്ട അകത്തോട്ട് കയറി വാ. ഇവിടെ വീട്ടിലുള്ളവരെ പറഞ്ഞോണ്ടിരുന്ന വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ആ ഞാൻ അപ്പുക്കുട്ട സാറിനെ വിളിച്ചിരുന്നതിനെ തിരിച്ചു വെച്ചോളാം. ഒന്ന് നേരിട്ട് സംസാരിക്കട. ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മുടെ പ്രവർത്തനം ഒരുത്തനെ തല്ലി കൊന്നേ പോലെ ഞാൻ ചോദിച്ചപ്പോ എന്നെ ചൂടാവാൻ നിൽക്കുന്നു. എന്തിനു പണിയാ മച്ചമ്പി? ഇത്ര പ്രശ്നങ്ങൾ സോൾവ് ആക്കേണ്ടത്. എനക്കൊക്കെ തൃപ്തിയായല്ല. ഞങ്ങളിലൊരു പാവപ്പെട്ട ഒരുത്തനെ കൊന്നു തിന്ന് വെള്ളം കുടിച്ചപ്പോ സന്തോഷമായല്ല. ഇനി അവനെ കൂടെ വേണമെങ്കിൽ കൊന്നു തിന്നടാ. നീ എന്തെടുത്തിട്ടായി പറയുന്നത്? ആരെ കൊന്ന് ആര് തിന്ന്? ഓ നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? ഇല്ല അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടടാ. വന്നിട്ടാണ് എല്ലാവനെയും വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തൊപ്പിയുണ്ടല്ലോ അങ്ങ് തെറിച്ചു പോകും. ആ തൊപ്പി തെറിക്കട്ടെ. ആ അങ്ങനെ തൊപ്പി തെറിച്ചാലുണ്ടല്ലേ തലയെ കൂടെ മുണ്ടിട്ട് എന്റെ മുമ്പ് നിൽക്കുന്നേ. ഇനി തൊപ്പി തെറിച്ചില്ലെങ്കിലോ? തെറിച്ചില്ലെങ്കിൽ നിന്റെ മുമ്പ് കൂടെ ഞാൻ തലയോടെ മുണ്ടിട്ട് വരൂടാ. പക്ഷെ നീയൊക്കെ നോക്കിയാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലേ നിന്റെ കഴുത്തിന് വേണ്ടി തല ഒരു പ്രശ്നം വരുമ്പോ കൃത്യം പറഞ്ഞാണ് പാർട്ടി നിനക്ക് അറിഞ്ഞൂടാ. വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി വാ വാ ലീലി പെണ്ണെന്ന് വിളിച്ചോണ്ട്. സാറേ വൈകിട്ടത്തെ പന്തം കൊളുത്തി പ്രകടനത്തിന് ഒരു കുറവും വരരുത്. ആ പ്രദേശമെല്ലാം ഒലയണം. ആ
പന്തം ആവശ്യമുള്ള പന്തം, അതിനൊന്നും പൈസ നോക്കണ്ട. ഇനി നമ്മളെ ഒരു അണിയുടെ മേളിൽ ഈ പോലീസുകാരെന്നല്ല ഒരു കുഞ്ഞും കൈവെക്കരുത്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ സമ്മേളനത്തിനുള്ള ബാക്കി മൈക്ക് സെറ്റ് അതെല്ലാം ആ അജയൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് വെച്ചുതരും. ഇവന്മാരെ ഇതോടെ ഇവന്മാരെ അഹങ്കാരം അവസാനിപ്പിക്കണം. നീ ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്തോ, ഞാൻ വിളിച്ചോളാം. ശരി ശരി ശരി. മാടിത്തരം കാണിച്ചിട്ട്. ഡാഡി നോക്കളെ പൊന്മുടി നടക്കൂലല്ലേ? പൊന്മുടി നമുക്ക് ഇനിയിപ്പോൾ വേറെ ദിവസത്തിലേക്ക് പോവാ. ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ ഡാഡിക്ക് അത് കിട്ടിട്ട് വരാൻ പറ്റും? അങ്ങനത്തെ തോന്നിയ ദിവസമല്ലേ ഇവിടെ നടന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ ഇങ്ങനൊരു കാരണമുണ്ട്. ഇതൊക്കെ നീയൊക്കെ ഏത് കൂട്ടാണല്ലേ ജീവിക്കുന്നത്? ഇവിടെ ഒരു കുടുംബത്തിൽ കണ്ണീരിൽ ആഴ്ത്തിയിട്ട് അങ്ങ് ആഘോഷിക്കാൻ പോണോ? നിന്റെ ആങ്ങളെ അവൻ്റെ കൂട്ടം കാണിച്ച് തോന്നിയ ദിവസം നിനക്കൊന്നും പറയല്ലേ ലേഡി? അങ്ങ് പോകണം, നമുക്ക് പൊന്മുടി പോകണം. പൊന്മുടി മാത്രം ആക്കണ്ട, നീ കാശ്മീരിലും കൂടെ പോവാം. അവരുടെ തോന്നിയ ദിവസമുണ്ടല്ലോ, അവൻ്റെ തൊപ്പി തെറിപ്പിച്ചിട്ട് എനിക്കൊരു സമാധാനമുള്ളൂ. അതാണ് ഞങ്ങളുടെ തീരുമാനവും. ആ തൊപ്പി അങ്ങ് തെറിപ്പിച്ചിട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കും. എടുത്ത് ഞാൻ ഒരു ചില്ലു കൂട്ടിലിട്ട് ഇവിടെ വെക്കും. മകളെ, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലേ നമ്മളത് പോണത് ശരിയല്ല. അത് വേണ്ട. നമ്മളെ കുടുംബത്തിലാണ് ഇങ്ങനെ ഉണ്ടായെങ്കിൽ ആരെങ്കിലും മരിക്കുമോ? നമ്മൾ ടൂർ പോകുമോ? പോണില്ലല്ലോ എല്ലാ ദിവസവും. വേണ്ട. കൊച്ചുങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പിള്ളേക്ക് ഒന്നിനും മനസ്സിലാവൂല. നീയേ പാർട്ടി ഓഫീസിലോട്ട് ഇല്ലല്ലോ. എന്ത് പാർട്ടി ഓഫീസിന് കേട്ടിട്ടില്ലേ? അങ്ങോട്ട് ചെല്ലണം, അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ആള് വേണം. വൈകിട്ടത്തെ പ്രകടനത്തിന് ആള് വേണം. ഞാൻ കഴിച്ചിട്ട് വാ. നീ പട്ടിണിയായിരുന്നാടാ ഇവിടെ? കുറച്ചു മുമ്പല്ലേ നീ എന്തോ തിന്നണ കണ്ടത്? അതൊരു പഴത്തിന്റെ പകുതി. നീ ആ നേരെ കടയിൽ പോയിട്ട് ചായ അവിടെ വല്ല വാങ്ങിച്ച് കഴിക്കുക. അവിടെ നിന്ന് ചായ പടേ പ്രകടനത്തിന് വിളിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അത് പ്രകടനം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച് തരാം. അത് സെറ്റ്. ഒരേ കത്തമ്മ വാഴവട്ടണ ടീമുകൾ തന്നെ എല്ലാം ഒന്നിനും ഒരു ആത്മാർത്ഥത. ഉറക്കം വരുന്നില്ല കേട്ടോ. പിന്നെ ആ ലോക്കപ്പ് മരണം ഏട്ടൻ്റെ ജോലിനെ ബാധിക്കുമോ? പിന്നെ ക്ലീറ്റോ ചേട്ടൻ വെല്ലുവിളിച്ചിട്ട് പോയതോ ഏട്ടനെ തൊപ്പി തെറിപ്പിക്കുമെന്നും പറഞ്ഞു. അവൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നടക്കാറുണ്ടോ? അങ്ങനെ കരുതിയത് കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇല്ലേ? അയാൾ എങ്ങനെയാ ഏട്ടാ മരിച്ചത്? ഏട്ടനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വേറെ വല്ല പോലീസുകാരൊക്കെ ഇടിച്ചിട്ടുണ്ടാവോ? നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഓടിച്ചിട്ട് പിടിച്ച ആള് പെട്ടെന്ന് എങ്ങനെ ലോക്കപ്പിൽ കിടന്ന് മരിച്ചു പോണത്? പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ലോക്കപ്പിലാക്കി. ഞങ്ങളൊക്കെ ഫുൾ ഉണ്ടായിരുന്നില്ല അവിടെ. കുറെ കഴിഞ്ഞ വെച്ച് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. പിന്നീടാണ് അറിയണത്. കഷ്ടമായിപ്പോയി. അവിടെ കിടന്ന് മരിക്കാനുള്ള നിയമവിധി വന്നത്. നീ ഇനിയിപ്പോ ആലോചിക്കണ്ട, ഓരോന്നും സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. നമ്മളെന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഉറപ്പുണ്ട്. നെഞ്ചത്തൊക്കെ ഒരു ഭാരം വെച്ചേക്കണ പോലെ. നീ കണ്ണടിച്ചില്ലെന്ന് പറയാ. ഏട്ടനെ കാണുന്നില്ലല്ലേ ചേച്ചി? ഇന്നാണ് മറ്റേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അതിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ഒന്ന് സമാധാനമായിട്ട്. ആദ്യം കയറിയിട്ട് പിന്നെ ഈ മരിച്ചെടുത്തിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കണ എന്റെ കാര്യം എന്താ? പൊന്നോ, ജോലിക്കൊക്കെ എന്തായാലും വന്നാ എന്റെ പൊന്നോ. പിന്നെ ജോലി പോയാലും പോട്ടെ, ഏട്ടനൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഒന്നും വരൂല. അതൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കണതല്ല അത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ലില്ലിപ്പണെന്ന് വിളിച്ചോണ്ട് വരരുതെന്ന്. ദേഷ്യപ്പെടാതെ വല്ലതും അറിഞ്ഞോ? എന്താ? മറ്റേ ലോക്കപ്പിൽ കിടന്ന് മരിച്ചില്ലേ, അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവൻ സൽസ്വഭാവിയാന്നൊക്കെ അല്ലേ ഇവിടെ പാടിക്കൊണ്ട് നടന്നേ. അപ്പൊ പൂല കൂടായ്പ്, അവന് കഞ്ചാവിന്റെ പരിപാടിയാ.
ഈ സ്കൂളിന്റെ കോളേജിലെ വാതിക്കലൊക്കെ കഞ്ചാവിന്റെ അച്ചോടം ഉണ്ട്. ശരിക്കും പറഞ്ഞ് ഇവനെ കൂടെ പൊക്കാനാണ് കോളനി പോലീസ് ചെന്നത്. റിസൾട്ട് എന്തായെന്ന് പറ. എന്തായെന്ന് പറ. ഇവൻ പോലീസുകാരെ കണ്ട് ഓടിയപ്പോ ഇവന്റെ കയ്യിൽ ഈ കഞ്ചാവും സ്റ്റാമ്പും MDMA ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് പിടിക്കുമെന്നായപ്പോ തെളിവ് നശിപ്പിക്കാണ്ട് ഇവ ഇതെല്ലാം വിഴുങ്ങി. ഇത്ര കൂടിയ സാധനം ചന്തയല്ലേ, അങ്ങനെ തട്ടിയത്. അവസാനം ഓപ്പറേഷൻ ചെയ്ത പോലീസുകാർ വെക്കുമ്പോ സീറിഞ്ച്, നൂല്, ഒരു മെഡിക്കൽ സ്റ്റോറിന് വേണ്ട സാധനം മൊത്തം അവന്റെ വൈറ്റിയുണ്ട്. അപ്പൊ മറ്റേ ലോക്കപ്പിലല്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അബദ്ധം പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ കരാമച്ചപ്പോ അങ്ങനെ നീതിക്ക് നിരക്കാത്ത ഏത്തല ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ക്ലീറ്റോസന്റെ കൂടെ കൂടിയിട്ട് ഏട്ടനെ എന്തൊക്കെ കുറ്റം പറഞ്ഞു? അല്ല, അത് പാർട്ടി ആകുമ്പോ അങ്ങനെ പറയണം. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ പൂർണ്ണമായിട്ടും പറഞ്ഞില്ല. അവൻ അങ്ങനെ അബദ്ധം പറ്റൂല. അവൻ കനകം പോലീസാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? കണ്ടാ അല്ല അങ്ങനെ എന്ത് അങ്ങനെയെന്ന്? ഇച്ചിരി കൂടുതലായിരുന്നേ നിനക്ക്, ഇച്ചിരി. ആ എന്തോ ചെയ്തതാണെങ്കിലും. അല്ല, അത് മുഖത്ത് സന്തോഷമുണ്ട്. എന്റെ പൊന്നെ. ദൈവമേ, ഞാൻ അവളെ സമാധാനിപ്പിക്കുവായിരുന്നു. എന്തൊരു വിഷമായിരുന്നു അറിയോ. ഇരുന്നിട്ട് ഇരിപ്പൊക്കെ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, സത്യമായിട്ട് ഞങ്ങൾ ആരും അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ അത്. അയാൾ വന്നു, അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞ് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു. ഇത്ര ഞങ്ങൾക്കറിയാവൂ. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും സത്യം പുറത്തൊന്നല്ലേ പറ്റുള്ളൂ. പക്ഷെ കിട്ടിയ അവസരം രാഷ്ട്രീയക്കാരും ചാലൂരങ്ങ് മുതലെടുത്ത് അവർക്ക് 2 ദിവസത്തേക്കുള്ള വാർത്തയായല്ലോ. ഞാൻ ഇക്കാര്യം അറിഞ്ഞപ്പോ തന്നെ എല്ലാവരോടും പറഞ്ഞു മയക്കുമരുന്നിന് അളവ് കൂടിയാണ് അവൻ മരിച്ചെന്ന്. അല്ല പറയണ്ടേ, അത് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റമ്മച്ചമ്പയുടെ ഒരു പാട് നോക്കിക്ക്. പന്നംകുളത്തി പ്രകടനവും ഹർത്താലും എല്ലാം വെറുതെ ആയി. സമരാനൂരികൾ എന്തോ നഷ്ടപരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ പറയാം. മിക്കാതെ ക്ലീറ്റമ്മച്ചമ്പയുടെ കയ്യിൽ നിന്ന് പോവും. വരുന്നുണ്ട്. ഹലോ, എന്റെ തൊപ്പി തെറിച്ചിട്ടില്ല. എന്റെ തൊപ്പി തെറിച്ചില്ലെങ്കിലേ താങ്കൾ തലയിൽ കൂടെ മുണ്ടിട്ടുണ്ടോ എന്നാ പറഞ്ഞേ. ഇത് പത്രമാണ്, മുണ്ടില്ലേ? ഓണാങ്കണി ഒരു ഉളുപ്പില്ലേ. നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് വരുത്താലേ അവൻ അതും ഒരു സന്തോഷം.